പെണ്ണ് പ്രായപൂർത്തിയായപ്പോഴാ അതിപ്പോ ആർത്തവത്തിന് ഗവൺമെന്റ് അവധി കൊടുത്തെങ്കിൽ പണ്ട് നമ്മൾ മദ്രസയിൽ കുട്ടികൾക്ക് ഫിഖ് പഠിപ്പിക്കുമ്പോൾ മെൻസസ് ഉണ്ടായാൽ ഹൈദ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ നാളുണ്ടായി ഒരാൾ, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ഇനിയിപ്പോൾ എന്തെങ്കിലും പറയിച്ചിട്ട് കുറേ കേട്ടതാ, കേട്ടിട്ട് അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് അതിൽ പേടിയൊന്നുമില്ല. അപ്പോൾ ഒരാളെന്നാൾ പറയാം, മുസ്ലിങ്ങൾ ഈ മദ്രസയിൽ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നതും ആണുങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതും മെൻസസ് ഉണ്ടാവുന്നതൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ മദ്രസയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, സെക്സും സ്റ്റണ്ടുമാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ പുതിയ പാഠപദ്ധതിയിൽ പറയുന്നത് കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം 1 മണിക്കൂറെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇല്ലെങ്കിൽ തെറ്റായി പോകും. ഇപ്പൊ കണ്ടില്ലേ, കുട്ടികൾ തെറ്റായി വിവരം കിട്ടുമ്പോഴാണ് മയക്കമരുന്നിന്റെ ഒക്കെ ദൂഷ്യവലയത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അനിഷേധ്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജി, താങ്കൾക്ക് അഭിനന്ദനം. ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കണം, മയക്കമരുന്ന് ലോബികളെ കെട്ടുകെട്ടിക്കണം, സ്കൂൾ കവാടങ്ങളിൽ നിന്നത് നീക്കം ചെയ്യപ്പെടണം. അതിന് രാജ്യത്തെ നല്ലവരായ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. അതിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല. കർശന നടപടികൾ സ്വീകരിക്കണം, ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് യഹൂദി പറഞ്ഞു കൊടുക്ക മറുപടി ഇതാണ്: ആ കാല് പൊക്കിയ നായ ബാലികായ നായയാണ്, കാല് പൊക്കാത്ത നായ പ്രായപൂർത്തിയാവാത്ത നായയാണ്. ഈ ഇൽമാണ് എനിക്ക് ഇയാള് പഠിപ്പിച്ചു തന്നത്, അതുകൊണ്ട് ഈ യഹൂദി എന്റെ ഉസ്താദാണ്, ഞാൻ അയാളെ ബഹുമാനിക്കുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ, ഉസ്താദാവുക എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഇൽമ് പല നിലക്കാണ്. ജമ്മും ബൈലാവിയും കാദിയും ഉല്ലാസിനും ഓതിയാലേ ഉസ്താദാവൂ, അത് ഓതിക്കൊടുത്താലേ ഉസ്താദാവൂ എന്നൊന്നുമില്ല. അതിന് മാനദണ്ഡം മൻ തഅല്ലമ ഹർഫൻ ഫഹുവ മൗല. ഒരക്ഷരം മറ്റുള്ളവൻ ഒരുത്തം പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അവന്റെ ഉസ്താദാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമൊക്കെ വലിയ നാഫിയായ ഇൽമാക്കട്ടെ, ആമീൻ. ബഹുമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങളവറുകൾ അല്ലാഹു അക്ബർ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, ആമീൻ. സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ധന്യമാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. എല്ലാവരും ഇരിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഫാറൂഖ് ഉസ്താദ് മുഹിബ്ബുൽ ഔലിയാണ്. ഔലിയാക്കളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളായിരുന്നു. ഔലിയാക്കളെ ബഹുമാനിച്ച നായ സ്വർഗത്തിലാണെങ്കിൽ എന്താ നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്ന അൽകാഫ് സൂറത്ത്? അല്ലാഹ് ബഹുമാനിച്ച ഔലിയാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, സദാത്യങ്ങൾ പ്രിയം വെച്ചാൽ അവനാണ് വലിയ, അവനാണ് മുത്തഖി, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫാറൂഖ് ഉസ്താദും ഞാനും തമ്മിൽ 10-40ഓളം കൊല്ലത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. ഫാറൂഖ് ഉസ്താദ് അങ്ങനെ ഒരു കള്ളത്തെരീക്കത്തിന്റെ ആളല്ല. ഒരു പിഴച്ച തെരീക്കത്തിനും ഫാറൂഖ് ഉസ്താദ് പെട്ടുപോയിട്ടില്ല. ഫാറൂഖ് ഉസ്താദ് ഇവിടെ എന്താ നടത്തിയത്? ഖുതുബിയത്ത്. അത് ഏത് തെരീക്കത്താ? ഖാദിരിയ തെരീക്കത്ത്. ആരാണ്ടാക്കിയത്? കീഴക്കര മരണപ്പെട്ട് കിടക്കുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കപ്പെട്ട ഖുതുബിയത്ത് ബൈത്ത്. ഈ ലോകത്തിലുള്ള എല്ലാ സുന്നികളും അംഗീകരിക്കുന്നതല്ലേ? അതന്നല്ലേ ഫാറൂഖ് ഉസ്താദ് മജ്ലിസുൽ ഫാറൂഖി എന്ന് പറഞ്ഞ് നടത്തിയിരുന്നതിൽ പ്രധാന കണ്ടന്റ് എന്താ? ഖുതുബിയത്ത്. ഞാനിവിടെ വന്നപ്പോ, ഇന്ന് ഇവിടെ വന്ന് കാറ് നിർത്തിയപ്പോ അഷ്റഫ് ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഈ കോളേജിൽ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ചായയും കുടിച്ച് ഇവിടെ ആളൊക്കെ ആവുന്നവർ, എൻ്റെ ടൈം ആവുന്നവർ ഇരിക്കാന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അല്ല ഉസ്താദെ കുടി പോകുക, വീട്ടിലേക്ക് അങ്ങോട്ട് പോകാറ്, അങ്ങോട്ട് പോകാറ്, അതിന് കുഴപ്പമില്ലായിരുന്നു. ആ വണ്ടി ഇതേനെടുക്കണം, അതിൻ്റെ ആവശ്യമില്ല, 2 അടി വരുന്നതാണ് നടക്കുക. അവിടെ പെണ്ണുങ്ങളുണ്ടോ? പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് നോക്കാൻ മതിയല്ലോ. പെണ്ണുങ്ങൾ അവിടെ ഇരുന്നോട്ടെ, പെണ്ണുങ്ങളിലോട്ട് കൂടെ പോകാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ പെണ്ണ് വല്ല തൊട്ടാൽ പൊട്ടിത്തെറിക്കണ ബോംബാ? അങ്ങനെയൊന്നുമില്ല. അവരെ തൊടരുത്, അവരുടെ മുഖത്തേക്ക് നോക്കണ്ട, അവരുടെ ശരീരത്തിലേക്ക് നോക്കണ്ട. അവരൊക്കെ പർദ്ദ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ജിൽബാബും ഉണ്ട്. ഞാനാണെങ്കിൽ കന്തോറിയും കുപ്പായും തലക്കെട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എന്തൊക്കെ തന്നെയാണ്, ബൈക്കൂടെ പോകുന്നുണ്ട്. എന്താ നിങ്ങൾ പെണ്ണുങ്ങൾ പൊട്ടി കെട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ ചാടി പിടിക്കോ? അതൊന്നും ഇല്ലല്ലോ. നമ്മൾ സൂക്ഷിച്ചാണ് പോയാൽ പോരെ. അത് ഞാൻ ഇതിൽ തന്നെ പോകാമെന്നാണ് ചെന്നു. ഞാൻ ബഹുമാനപ്പെട്ട അഷ്റഫിൻ്റെ ഉസ്താദിൻ്റെ വീട്ടിൽ
ആ റൂമിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ കണ്ടത് ബദരീങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുന്നു. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ 313 പേരാണ് ആ റൂമിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ രണ്ടാമത് അവിടെ എഴുതി വെച്ച പേര് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി ഖരീബുൻ നവാദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. അതിലെവിടെയാണ് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആശയമുള്ളത്? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ തവസ്സുലാക്കുന്നത് കൊണ്ടോ ഖുതുബിയ്യത്ത് നടത്തുന്നത് കൊണ്ടോ ഖാജയുടെ പേര് പറഞ്ഞ് മന്ത്രിക്കുന്നത് കൊണ്ടോ ഇനി ഒരാൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ശൈത്താൻ ഇളകുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടതാണ്. ഒരു നല്ല ചെറുപ്പക്കാരനെ ഇളകി കൂവി വിളിക്കുന്നു. 2-3 ആളുകൾ അയാളെ ഒതുക്കി പിടിച്ചു നിർത്തുന്നു. അവിടെ ചൊല്ലിയിട്ട് ആയത്തുകൾ ഓതിയിട്ട് മന്ത്രിക്കുന്നു. അതിലെവിടെയാണ് തെറ്റുള്ളത്? ഏർവാടി ബാദുഷാ തങ്ങളുടെ ഹദറത്തില്, ഹക്കീം ഡോക്ടർ ഉപ്പാപ്പാന്റെ ഹദറത്തില്, മറ്റുള്ള ഹദറത്തിലൊക്കെ പോയി നടക്കാറില്ലേ? ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദിന് കാര്യമായ ചികിത്സ കിട്ടിയ സ്ഥലം ഏതാണെന്നറിയോ? മുത്തുപ്പേട്ടയാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് മുത്തുപ്പേട്ടയെന്നാണ്. വയറെനിക്ക് കാണിച്ചു തന്നു. ഒരു കത്തിയുടെ പാട് കിടക്കുകയാണ്. ഫാറൂഖ് ഉസ്താദിനൊരു വയറിന് സുഖമുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു, ഞാൻ മുത്തുപ്പേട്ട പോകാണ് ദാവൂദുൽ ഹക്കീം ഉപ്പാപ്പാന്റെ ഹദറത്തിലേക്ക്. അവിടെ ചെന്ന് കിടന്നു 1 മാസം. ആ ഹദറത്തിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോ പറയും, മരിച്ചുപോയ ആൾക്കാർ വന്ന് ഓപ്പറേഷൻ കഴിക്കോ? എനിക്കൊരാളൊരു വീഡിയോ അയച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഫോണിലുണ്ടത്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയുമോനെ? കേരളത്തിന്റെ മുൻ DGP, വലിയ ചിന്തകൻ, വലിയ പ്രഭാഷകൻ, വലിയ എഴുത്തുകാരൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, കേരളത്തിന്റെ മുൻ DGP. അദ്ദേഹം പറയാണ്, അദ്ദേഹം അന്ധവിശ്വാസത്തിന് കൂട്ടുക്കോ, പോലീസിന്റെ ഏറ്റവും വലിയ ആളാണ് DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോലീസിന്റെ ഹെഡ് DGP ആണ്. അതിന്റെ മുകളിൽ പിന്നെ മിനിസ്റ്റർ ഉണ്ടാവുക കേട്ടോ. അങ്ങേര് പറയാണ്, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ചികിത്സക്ക് വേണ്ടി എന്നപ്പോ മരിച്ചുപോയ ആളെ കാണിച്ചു തരാറുണ്ട്. എനിക്കത് വിശ്വാസം ഉണ്ടാകുന്നില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ മരിച്ചുപോയ ആൾ വന്നു നിന്നു. ഞാൻ അയാളായിട്ട് സംസാരിച്ചു, ആത്മാവുമായി സംസാരിച്ചു എന്ന് കേരളത്തിൻ്റെ DGP ആയ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ ചിന്തയുടെയും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്തൊക്കെ ചില അജായിബുകളൊക്കെ ഉണ്ട്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് കൊടുത്തവർക്ക് പലതും നിർവഹിക്കാനുള്ള കഴിവ്, അതിനാണ് കറാമത്ത് എന്ന് പറയാട്ടോ. സാധാരണക്ക് വിരുദ്ധമായ കാര്യം അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അല്ലാഹു ആ കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറക്കത്തിൽ ചിലപ്പോൾ ചികിത്സയും നടത്തും, ഉറക്കത്തിൽ ചിലപ്പോൾ ഓപ്പറേഷനും നടത്തും, ഉറക്കത്തിൽ ചിലപ്പോൾ മരുന്നും കൊടുക്കും, ഉറക്കത്തിൽ ചിലപ്പോ പലതും നടത്തിക്കളയും, അല്ല ഉണർച്ചയിലും നടത്തും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ കണ്ട എത്ര മഹാന്മാരുണ്ട്. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ നേർക്ക് നേരെ കണ്ടു. സ്വപ്നത്തിലല്ല, യഖളത്തിൽ കണ്ടു. അങ്ങനെ ഒരുപാട് ആശിഖ്യങ്ങളുണ്ട്. അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾക്ക് റസൂലുള്ള ഖബറിന്റെ ഉള്ളിൽ നിന്ന് കയ്യുമന്തി കാണിച്ചു കൊടുത്തില്ലേ? ഫഅഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറക്കൽ മുഅല്ലമ ഫതഖബ്ബല ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ثم ഖാബത യദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി റൗള പിളർത്തിയിട്ട് റസൂലുള്ള കയ്യുപൊക്കിയില്ലേ? എത്രയോ കൊല്ലം മുമ്പ് മരണപ്പെട്ട ഹബീബായ തങ്ങൾ റൗളയിലേക്ക് അടുക്കല്ലേ? അത് കാണല്ലേ, കേൾക്കല്ലേ? നമ്മളെ കാണല്ലേ, കേൾക്കല്ലേ? അല്ലാഹുവിന്റെ അരിഫീങ്ങൾ ഔലിയാക്കൾ മരിച്ചാലും അവർ ഖബറിലുണ്ടോ? കാസർഗോഡ് ജില്ലയില് ഞാൻ എപ്പോഴും ബാദരി പോണ സ്ഥലമുണ്ട്. കാസർഗോഡ് ജില്ലയില് നേരത്തെ ഞാൻ പറഞ്ഞ കുമ്പോൾ സാദാത്യങ്ങളുടെ തറവാടിന്റെ അപ്പുറത്ത് ഒരു ഖബർ തുറന്നപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് ആമുച്ച എന്നാണ്
മറ്റന്നാട് ആമുച്ചാടെ കബർ തുറന്നു നോക്കിയപ്പോൾ കബറിൽ മയ്യത്ത് നെടുനീളക്കെടുക്കുന്നു. ആമുച്ച മരിച്ചിട്ട് 42 കൊല്ലമായി. വദാ കഫൻ തുണിക്ക് കേടില്ല, ശരീരത്തിൻ്റെ ഒരു രോമത്തിന് കേടുപറ്റിയിട്ടില്ല. ആർക്കിയോളജിക്കൽ വകുപ്പ് ഞെട്ടി, എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഞെട്ടി. ആമുച്ച നല്ല സ്വാലിഹായ മനുഷ്യനാണ്. നാട്ടുകാര് പറയുന്ന ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യനാണ്. മൊയ്ലേരും അല്ല, തങ്ങളും അല്ല, നാടനാട്. അള്ളാഹു ബഹുമാനിച്ച മനുഷ്യന്മാര് മരിച്ചാൽ അള്ളാഹു അവരുടെ ശരീരം തൊടൂലടോ, മണ്ണ് തിന്നൂലടോ. പ്രത്യേകിച്ച് അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൽ അള്ളാഹു തആല ഹറാമാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഖബറിലുണ്ട്. ആ ശരീരത്തോടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മറുപടി പറയേണ്ടവർക്ക് മറുപടി പറയുന്നുണ്ട്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട്. റിഫായി ശൈഖിന് കൈ കാണിച്ചു കൊടുത്തില്ലേ? പിന്നെ റസൂലുള്ളാഹിന്റെ കൈ റൗദയിലേക്ക് മടങ്ങിപ്പോയി എന്ന് കിതാബുകളിൽ നോക്കിയാൽ ഈ ചരിത്രങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കറാമത്തിനെ നിഷേധിക്കണ്ട. ദിക്റിനും റാത്തീബിനും മൗലിദിനൊക്കെ വലിയ ബർക്കത്തുണ്ട് കേട്ടോ. ഖുർആന് കൊണ്ട് മാറാത്ത രോഗമില്ല. മുത്തനബിന്റെ ഹദീസ് നോക്കിയാൽ കാണാം, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും രണ്ടെണ്ണത്തിൽ ശിഫയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹ്. ഓർക്കെ പറയാ, ഖാല റസൂലുള്ളാഹ്.